അരുൺകുമാറിന്റെ ഒരു പ്രശ്നം ദേശാഭിമാനിയും കൈരളിയും മാത്രം കാണുന്നതുകൊണ്ട് കേരളത്തിൽ വേറെയും ചാനലുകളും പത്രങ്ങളും ഉണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി കാണണം. ഒരു സ്ഥലത്തേക്ക് മാത്രം നോക്കിയിരുന്നാൽ പോരാ. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. പയ്യന്നൂരിലെ വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി കള്ളവോട്ട് ചേർക്കുന്നതിനെ കുറിച്ചുള്ള ആക്ഷേപവും അദ്ദേഹം കേട്ടിട്ടില്ല. അടിച്ചോ ഒളിക്കടവിൽ അമ്മൂമ്മമാരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ. ഈ കണ്ണൂർ കോഴിക്കോട് ജില്ലയുടെയൊക്കെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. മരിച്ചവർ പോലും നിരന്ന് നിന്ന് ക്യൂ നിന്ന് CPM വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അരുൺകുമാറൊന്നും അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കള്ളവോട്ടിന്റെ ഏറ്റവും വലിയ PhD എടുത്ത ആളുകളാണ്. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം, പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ. ഈ കള്ളവോട്ടും ഇരട്ട വോട്ടും ഒക്കെ വ്യാജ വോട്ടൊക്കെ ചേർക്കാൻ വേണ്ടി BJP-ക്കാർ കണ്ടുപഠിച്ചത് കേരളത്തിലെ CPM-കാരെയാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. അതുകൊണ്ട് SIR-മായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ, ഇവിടെ ഇരട്ട വോട്ടിനെ കുറിച്ചുള്ള ആക്ഷേപം വന്നപ്പോൾ, വോട്ട് ചോരിയെക്കുറിച്ചുള്ള ആക്ഷേപം വന്നപ്പോൾ പിണറായി വിജയൻ വോട്ട് ചോരിയെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. കാരണം എന്താ, പണ്ട് പതിറ്റാണ്ടുകൾ മുമ്പേ ഈ പണി ചെയ്ത് ശീലിച്ച ആളുകളാണ് ഇവര്. ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞല്ലോ, വിലക്കയറ്റം, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, പട്ടിണി, ദാരിദ്ര്യം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, സകല നികുതി ഭീകരതയും. അപ്പൊ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ ശബരിമല വരെ കൊള്ളയടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാ ജനകീയ പ്രശ്നങ്ങളും തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ മറ്റേ പഠന സഹായം കൊടുക്കുന്നതിനെ മോശപ്പെട്ട കാര്യമാണെന്നാണ് ഇവിടെ സജീവൻ സാറിനെ പോലുള്ള ആളുകൾ ഒബ്സർവ് ചെയ്യുന്നത്. ആ പെൺകുട്ടികൾക്ക് ആത്മാഭിമാന ബോധത്തോടെ പഠിക്കാൻ പോകാനാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ നവകേരള ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നവകേരള ഫെലോഷിപ്പിന്റെ പണം കിട്ടാതെ വന്നപ്പോൾ അവർ സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും ഫുഡ് ഡെലിവറി ഓടാൻ പോയാണ് അവർ പഠനവും റിസർച്ച് നടത്തിയത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. എന്റെ കയ്യിൽ രേഖകളുണ്ട്, ഞാൻ പറയാം, അതിന്റെ വിവരങ്ങളുണ്ട്. അപ്പൊ ആ കാലത്ത് ഞങ്ങൾ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ആത്മാഭിമാന ബോധം കൊടുക്കുന്ന 1000 രൂപ കൊടുക്കുന്നത് പൊതുഖജനാവിൽ നിന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലേ ഈ സർക്കാർ സംവിധാനങ്ങൾ പിരിച്ചുവിടണമെന്നേ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പണം കൊടുക്കാൻ പോലും നമുക്ക് സംവിധാനം ഇല്ലെങ്കിൽ ഈ പരിപാടി വേണ്ടെന്ന് വെക്കണം. സാധാരണ 5 ലക്ഷം യുവജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന നാടായത്. കുമാര തള്ളല്ല, സത്യമായിട്ടും പറയാ. വനിതകളുണ്ട്, പുരുഷന്മാരുണ്ട്. അല്ല, ഒരു മിനിറ്റ്, കണക്ട് വർക്ക് താങ്കൾ കേട്ടോ? താങ്കളൊന്നും മിണ്ടാതിരിക്കുന്നില്ല. യുവജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തൊഴിലുറപ്പ് നിയമം നടപ്പാക്കി ഇന്ന് ഒരു വർഷം 90,000 കോടി രൂപയുടെ ഒരു ബജറ്റ് വിഹിതം വെക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറി. മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ലോകം മുഴുവൻ തകർന്നപ്പോഴും സാമ്പത്തിക രംഗത്ത് ഈ രാജ്യത്തെ പിടിച്ചു നിർത്താൻ തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതിക്ക് നടന്നു. അത് നിയമമാക്കപ്പെട്ടു. അപ്പോ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വാസമില്ലാത്ത ആളുകൾ ഇതൊന്ന് പരിശോധിച്ചാൽ മതി. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ, 80 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുക്കാൻ പറ്റിയോ? എല്ലാ വീട്ടിലും ലാപ്ടോപ്പ് കൊടുക്കാൻ പറഞ്ഞു, കൊടുക്കാൻ പറ്റിയോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. എന്തായാലും കലക്കിട, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു.